നമസ്കാരം. പാറ്റകൾ നാടിന് ആപത്താണോ? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പാറ്റകൾ കയറുമ്പോൾ നമ്മൾ ആ പാറ്റകളെ എങ്ങനെയെങ്കിലുമൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടുകൊണ്ട് ഇറങ്ങിയേക്കുന്ന പാറ്റകൾ, അവര് ജെനുവിൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ? ഒരിക്കലും സാധിക്കില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിരുട്ടാകുന്നവരാണ് എന്ന് ഞാൻ പറയും. ഡൽഹിയിൽ എന്തിനാണ് പ്രൊട്ടസ്റ്റ് ആരംഭിച്ചത്? നമ്മുടെ തുടക്കം നോക്കുക. പ്രൊട്ടസ്റ്റ് തുടങ്ങിയ സമയത്തെ ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഗതി എങ്ങോട്ടേക്കായിരുന്നു? യൂത്തിന് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ സിസ്റ്റത്തിന് മാറ്റം ഉണ്ടാകണം, ഒരു പുതിയ റിഫോം ഉണ്ടാകണം. ആ സിസ്റ്റം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ഇവിടുത്തെ യുവജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചിറങ്ങുന്നവർക്ക് ജോലിയില്ല. യൂത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇന്ത്യയിൽ സഫർ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ റൈറ്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും, നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേട് പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ക്രമക്കേട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പരീക്ഷകളുടെയും ക്രമക്കേടാണ്. അപ്പൊ ആ ക്രമക്കേട് ഒരു റിഫ്ലക്ഷൻ ആണ്. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു നീറ്റ് പരീക്ഷയുടെ ആ ഒരു ഫെയിലിയർ. അഫ്കോഴ്സ് ആ ഒരു ഫെയിലിയർ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും റീനീറ്റ് എക്സാം നടത്തുകയും ചെയ്തു. ആ ചോദ്യപേപ്പർ ചോർത്തിയവർക്ക് ശിക്ഷ കൊടുത്തു എന്ന് പറയുന്നു. ഇനി ഫർദർ ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. ഈവൻ ഇപ്പോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ഷൻ എടുത്തു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം അതിന്റെ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കുന്നില്ല. അത് രാജിവെക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നൊരു വീഴ്ച കൂടിയാണ്. ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ തുടക്ക സമയത്തുള്ള ആവശ്യം. എന്നാൽ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കുക. CJP എന്ന് പറയുന്ന ഈ കോക്രോച്ചസ് അവിടെ വന്നതിന് ശേഷം ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഗതി മാറി. ഇപ്പൊ ഡയറക്ഷൻ തിരിച്ച് നമ്മുടെ രാജ്യസുരക്ഷയെ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവാണ്. പല രീതിയിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് തന്നെ നോക്കുക. അവിടെ പോകുന്ന പല ആൾക്കാരും ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നു, ഞങ്ങളും പോകാം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ചുമ്മാ പോവാണ്. ഈ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് വിളിച്ചു കൂവുന്നവർക്ക് ചോദ്യം ചോദിക്കാൻ പോലുമുള്ള ഒരു അറിവില്ലാതെയാണ് അവിടെ പോയേക്കുന്നത്. എന്തിനാണ് അവിടെ പോയേക്കുന്നത്, എന്ത് ചെയ്യാനാണ് അവിടെ പോയേക്കുന്നത് എന്ന് പോലും അറിയാതെ അവിടെ പോയി ഓരോരുത്തരും തോന്നുന്ന രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ പറയുന്നു. ആർട്ടിക്കിൾ 370 ബാൻ ചെയ്യണം, ലഡാക്കിനെ സ്വതന്ത്രമാക്കണം. ഇതാണോ അവിടുത്തെ ആവശ്യം? അല്ല. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകണം, സ്കിൽസ് ഡെവലപ്മെന്റ് ഉണ്ടാകണം, പരീക്ഷ സുതാര്യമാകണം, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് അവർ വളരെയധികം സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യുക തന്നെ ചെയ്യണം. അതിനോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അതിനെ അംഗീകരിക്കാം. പക്ഷെ CJP എന്ന് പറയുന്ന ഈ ആൾക്കാർ കാണിക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നോ അവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അവരുടെ വളർച്ച തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രാജ്യത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തെ തകർക്കാനും നമ്മുടെ രാജ്യത്തിന്റെ ഡയറക്ഷൻ ഗതി തിരിച്ചു വിടാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് രാജ്യത്തിന് പുറത്തുമുണ്ട്, രാജ്യത്തിനകത്തുമുണ്ട് ആണല്ലോ. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പീസ്ഫുൾ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാവരും, അതിപ്പോ യൂത്ത് ആയിക്കോട്ടെ, ജെൻസി ആയിക്കോട്ടെ, ഹൂവർ ദേ ആർ, നമ്മളെല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. പ്രൈമറി ആയിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട, നമ്മൾ മനസ്സിൽ കരുതേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ രാജ്യത്തിലെ സിറ്റിസൺ ആണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സിറ്റിസൺ ആണ്. നമ്മുടെ വേരുകൾ ഇവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൂറുണ്ടാവേണ്ടത് ഈ രാജ്യത്തോടാണ്. അപ്പൊ ഈ രാജ്യത്തോടുള്ള കൂറ് പുലർത്തിക്കൊണ്ട് ആ രാജ്യം, അല്ലെങ്കിൽ എന്റെ രാജ്യമാണ് എന്ന ആ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാൻ വേണ്ടി പാടില്ല. ആ ചിന്താഗതി ഉള്ളിൽ ഉണ്ടായതിനു ശേഷം വേണം, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഈ രാജ്യത്തിന് ഹാർംഫുൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അവിടെയുള്ള പല യൂത്തും തുടങ്ങിയ സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അതായിരിക്കാം. എന്നാൽ അവരുടെ പോലും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരെ പോലും വേറെ രീതിയിൽ, വേറെ ഡയറക്ഷനിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്.
രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹം ഒരിടത്ത് പോലും, ഒരു മാധ്യമങ്ങളുടെ അടുത്ത് പോലും CJP സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് പറയുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയത്തില്ല. കാരണം അദ്ദേഹത്തിന് പോലും അറിയത്തില്ല ഇവരുടെ പുറകിലുള്ള സംഭവം എന്താണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാര് അവരവിടെ പോയിട്ട് എന്താ കാണിച്ചെന്നുള്ളത് അവർക്ക് പോലും അറിയത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. പക്ഷെ അവിടെ പോയി തല്ലുകൊള്ളുന്ന ആൾക്കാർ തല്ലുകൊള്ളുന്നു. ഈ തല്ലുകൊള്ളുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയവർ തല്ലുകൊള്ളുന്നുണ്ട്. ഇവർ തല്ലുകൊള്ളാൻ കാരണം ആരാണ്? ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറിയേക്കുന്ന വേറെ പല അജണ്ടകളുമായിട്ട് നുഴഞ്ഞു കയറിയേക്കുന്ന ആൾക്കാർ കാരണമാണ്. കാരണം അവര് പോലീസിനെ പ്രകോപിപ്പിക്കും. പോലീസ് എന്ന് പറയുന്ന ആൾക്കാരും അവരും മനുഷ്യന്മാരാണ്. അവരുടെ മേലിൽ വന്നു കഴിഞ്ഞാൽ അവരും തിരിച്ച് ഇത് ചെയ്യും. അവർക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നു, അവർക്ക് നേരെ കല്ലെറിയുന്നു. ഈ പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്നത് ആരായിരിക്കും? അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു കാര്യം കണ്ടു, ഓക്കെ, ഇപ്പൊ നമ്മളൊരു വിഷയം അറിഞ്ഞു, ഡൽഹിയിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നു, സമരം നടക്കുന്നു, ഞാൻ ഇറങ്ങി പോവാണ് എന്ന് പറഞ്ഞ് വാളെടുത്ത് ഇറങ്ങാതെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വീഡിയോസും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ തന്നെ നമ്മൾ കാണുക, എന്നിട്ട് അതിനകത്തെ ഫാക്ട് ചെക്ക് ചെയ്യുക. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം ഏതാണ്, ഇതെല്ലാം അന്വേഷിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ കയറെടുത്തുകൊണ്ട് ഇറങ്ങാൻ. അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ അഫക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ളത് എൻ്റെ നേഷനാണ്, എൻ്റെ രാജ്യമാണ്. ഞാൻ എൻ്റെ രാജ്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഞാൻ പറയുന്നത് ഒരു പാർട്ടിയോടും താല്പര്യം ഉണ്ടായിട്ടോ ഒരു നേതാക്കന്മാരോട് താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഐ സപ്പോർട്ട് ദ യൂത്ത്, ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ പ്രൈമറി സപ്പോർട്ട് ഗോസ് ടു മൈ നേഷൻ. എന്റെ രാജ്യത്തോടാണ് എനിക്ക് കൂറ്, എന്റെ രാജ്യത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അവിടെ നടത്തുന്ന പ്രൊട്ടസ്റ്റേഴ്സിൽ പലരും രാജ്യത്തിന് എഗിനസ്റ്റ് ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് കാണുന്നുണ്ട്. രാജ്യത്തിനെതിരെ, രാജ്യത്തിന് പ്രശ്നം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പലരും ഫാക്ട് ചെക്ക് ചെയ്യാതെ വൺ സൈഡഡ് ആയിട്ട് മാത്രം സംസാരിക്കുന്നു. ഞാൻ ഇവിടെ വൺ സൈഡഡ് ആയിട്ടല്ല സംസാരിച്ചത്, ഞാൻ 2 സൈഡിലുമാണ് സംസാരിച്ചത്. അഫ്കോഴ്സ് യുവജനങ്ങൾ പറയുന്ന ആവശ്യം വളരെ ന്യായമാണ്, അത് മാറേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം, വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതിന് ഈ പ്രൊട്ടസ്റ്റ് ആവശ്യമാണ്. ഹിസ്റ്ററിയിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് അറിയേണ്ടത് നല്ല രീതിയിലായിരിക്കണം. അല്ലാതെ വയലൻസ് ക്രിയേറ്റ് ചെയ്ത് ലഹള ഉണ്ടാക്കി ഈ നാടിന്റെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത്. ജെൻസി ആണെങ്കിലും യൂത്ത് ആണെങ്കിലും നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുക.